ഡോളോമൈറ്റ് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ഡോളോമൈറ്റ് ഒരു പാറ പൊടിച്ച് വരുന്നതാ. മസൂർപൂസ് പോലെ തന്നെ. അതൊരു പാറപ്പൊടി തന്നെയാണ്. ഗുണത്താക്കാലേറെ ചെറിയ ദൂഷ്യം അതിനകത്ത് കുമ്മായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പച്ചക്കറിയുടെ പ്രവർത്തനം വേറൊന്നാണ്. ഇതന്നെ ഈ സമയത്ത് പുല്ല് വെട്ടുന്നത്, ഈ വേനൽക്കാലത്ത് പുല്ല് വെട്ടുന്നത് ഇത് ആരും കണിക്കരുത് പരിപാടി. എല്ലാവരും ഏകദേശം ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ പുല്ല് വെട്ടി നല്ല മിറ്റം പോലെ ആക്കി ഇടും. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ വെട്ടുന്ന ഇപ്പോഴാണ് വെട്ടാൻ തുടങ്ങുന്നത്. പുതുമഴയൊക്കെ പെയ്ത് ഇതുകൊണ്ടോ ഈ പുല്ലിലോട്ട് നോക്കിയേ, ഈ പുല്ല് മുഴുവൻ കരിഞ്ഞിട്ട് പുതിയ കിളിപ്പ് വരാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഞാൻ വെട്ടുന്നത്. ഇതെന്താ ഈ പുല്ല് അങ്ങനെ വെട്ടുന്നതിന്റെ കാരണം? അതിന്റെ കാരണം ബേബിച്ചേട്ടാ, ഞാൻ പല പ്രാവശ്യം വെട്ടി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ വാഴ കൃഷി ചെയ്ത് കിട്ടുന്ന അതിന്റെ കൂമ്പ് വാഴക്കൊല ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 30% വിളവായി കഴിയുമ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ കിട്ടുമോ? ഇല്ല, മണ്ണിന് ആവശ്യമുള്ള ഫോസ്ഫറസ്, നൈട്രജന് കാര്യങ്ങൾ മൊത്തം ഈ പുല്ലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവൻ മൂത്ത് പോയി അതിന്റെ വിത്തും കൂടെ ഉത്പാദിപ്പിച്ചിട്ട് ആ വിത്ത് മണ്ണിലേക്ക് എൻറ്റയർ ചെയ്ത് കൊടുത്തിട്ടാണ് ആ ചെടി മരിക്കുന്നത്. അപ്പൊ അതിന് മണ്ണിന് വേണ്ട സകല ഫുഡ് ഐറ്റംസും ഈ ചെടി തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ വെട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. അടുത്ത വിത്ത് പോലെ ഉണ്ടാകുന്നുണ്ട്. മെച്ചുവർ ആകാൻ വേണ്ടിയിരിക്കുക. അതാണ് പ്രധാന കാരണം. രണ്ടാമത്തെ മനുഷ്യന് വസ്ത്രം പുതപ്പ് കലസുണ്ട്, മൃഗങ്ങൾക്ക് രോമം. അപ്പം ആ അർത്ഥത്തിൽ ഭൂമിക്ക് പുതപ്പാണ് ഇതിനെ ഈ പുല്ലുകൾ. മഴയെ മഴക്കാലത്തെ തടഞ്ഞു നിർത്തുന്നു, വേനൽ ചൂടിനെ തടഞ്ഞു നിർത്തുന്നു. ഇനിയിപ്പം വരുന്ന കിളുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ കിളുത്ത് കയറാൻ തുടങ്ങും. അതായത് ഒരു മെയ് മാസം ആകുമ്പോൾ കിളുത്ത് കയറി അടുത്തത് അന്നേരത്തിന് മഴക്കാലം ആരംഭിക്കും. മഴക്കാലം ആരംഭിച്ച് കഴിയുമ്പോഴത്തേനും അതിനെ തടഞ്ഞു നിർത്തും, മണ്ണിൽപ്പിനെ തടഞ്ഞു നിർത്തും. എല്ലാവരും തുലാമഴയാവത്തേനും അതിനെ കാരണം ഈ റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടങ്ങളിൽ നടക്കാൻ പറ്റില്ലാത്ത പറഞ്ഞിട്ട് വെട്ടുകാരം കൊണ്ട് വെറുതെ മുഴുവൻ വൃത്തിയാക്കി ഇടിക്കും. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു ഈ സമയത്താണ് അത് പുല്ല് എല്ലാം ഭൂമിക്ക് മുകളിലുള്ള നമ്മുടെ കേരളത്തിലെടുത്ത കേരളത്തിലെ കാലാവസ്ഥയിൽ കേരളത്തിലുള്ള സകല പുല്ലുകളും കാര്യങ്ങളും ഇതുപോലുള്ള ചെറിയ കമ്മ്യൂണിസ്റ്റ് പള്ളകളൊക്കെ ഉണ്ടല്ലോ, ഈ പള്ളകളിൽ അവരുടെ വിത്തിനെ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയിലേക്ക് കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. അപ്പം വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള അവസരം ഇല്ലാതെ ചെടിയെ നമ്മൾ വെട്ടിക്കളയോ അല്ല കളനാശിനെ അടിച്ച് ചെറുപ്പത്തിൽ നശിപ്പിച്ച് കളഞ്ഞാൽ പോയില്ലേ. അപ്പൊ പിന്നെ അവിടെ ഉണ്ടാകുകയല്ല. ഇപ്പോഴാണ് വെട്ടേണ്ട സമയം, ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിന് കാരണം ഈ പുല്ല് ചെന്നിട്ട് വേണം ആവശ്യത്തിനുള്ള മൂലകങ്ങൾ ഉണ്ടാകാൻ, ഭൂമിയിലേക്ക് കൊടുക്കാൻ. ഇവൻ മരിച്ച് അഴുകി ഭൂമിയിൽ ചേരുകയാണ്. ഈ പൊട്ടാഷ, യൂറിയ, മഗ്നീഷ്യം, അതുകൊണ്ട് 18 മൂലകങ്ങളുണ്ട്. ഈ 18 മൂലകങ്ങളും ഭൂമിയിലേക്ക് ആവശ്യമുള്ള കൊടുക്കും. വെട്ടിക്കളയുന്ന കാരണം നമ്മൾ തന്നെ ഈ നമ്മൾ രാസവളം കൊണ്ടുവന്ന് വീണ്ടും തൂണ്ടി വരും. ആവശ്യത്തിന് ചെടിക്കുള്ള ഫുഡ് ഐറ്റംസ് മൊത്തം ഈ മണ്ണിൽ അവരുടെ പുല്ല് ഇതുപോലെ കളയിലുണ്ട്, അടയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സമയം പുല്ല് വെട്ടാൻ ഏറ്റവും നല്ല സമയം ഈ സമയമാണ്. അതായത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും നല്ല. പുതുമഴ പെയ്ത് ഒന്ന് കിളുത്ത് വന്നു കഴിയുമ്പോഴത്തേനും ആവശ്യത്തിനായി അവരെ മരിച്ചു പോകുന്നു, പിന്നെയുള്ള കിളുത്ത് കയറുന്നു, വിത്തിനെ കൊടുത്തിട്ട് പോകുന്നു. ഇതുപോലെ അകാലത്തിൽ പുല്ലുകളും കളകളും ഔഷധ സസ്യങ്ങളും നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളും വെട്ടി നശിപ്പിച്ചത് കൊണ്ട് നമ്മുടെ പ്രദേശത്തെ നിരവധി ഔഷധ സസ്യങ്ങൾ അതിൻ്റെ അരി മൂക്കാതെ വന്ന കാലത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് നശിപ്പിച്ചത് കൊണ്ട് അത് മുഴുവൻ അന്യം നിന്ന് പോയി. ഇപ്പോൾ അതുണ്ടാവുമല്ലോ. അത് ഇനി ഉണ്ടാവണമെങ്കിൽ ഇനി ഇത് ആവർത്തിച്ചാൽ അത് വീണ്ടും അന്യം നിന്ന് പോകും. ജനത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഏത് സാധനം നശിപ്പിച്ച് അത് പ്രകൃതി നശിപ്പിക്കുന്ന ഏത് സമയമാണ്? പ്രകൃതി നശിപ്പിച്ച് കളയുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നശിപ്പിച്ച് കളയുന്നു. മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പിന്നെ അടുത്ത പുതുമഴ പെയ്ത് കേൾക്കാൻ തുടങ്ങുന്നു. ഇത് അകാലത്തിൽ മനുഷ്യൻ സംഭവിക്കുന്നത്. മണ്ണിലേക്കുള്ള ആവശ്യമുള്ള മൂലകങ്ങളെ ഇല്ലെന്നാക്കി കളയുന്നു. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. അതിനകത്ത് മുഴുവൻ പോയി. എല്ലാവരും മെഷീൻ ഉപയോഗിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അല്ലെ കള കണ്ടവാനം കയറി കഴിയുമ്പോൾ ഏത് കാലാവസ്ഥയും നോക്കിയാൽ ഉണ്ടായി വരുമ്പോഴേ അങ്ങോട്ട് പുല്ല് വെട്ടിക്കളയുക. ഇപ്പോൾ ഈ 2 മാസം കഴിഞ്ഞ് പുതുമഴ തുടങ്ങി. പുതുമഴ കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ അത് വെട്ടിക്കളയും. അതിന്റെ അനന്തര ഫലങ്ങൾ എന്നതാ? ഈ പുല്ല് മച്ചുറാകാതെ ഇത് വളർന്ന് അതിന് അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പേ അതിന് വളർച്ച എത്തി അത് മണ്ണിലേക്ക് വീണ്ടും പോഷകം കൊടുക്കുന്നതിന് മുമ്പേ ഇത് വെട്ടി നശിപ്പിക്കുന്നു. അതിന്റെ പൂർവാധിക ശക്തിയിൽ ഇവൻ കയറി വരികയും വീണ്ടും വെട്ടുന്നു, വീണ്ടും നശിപ്പിക്കുന്നു. അപ്പൊ ഒരിക്കലും അതിന്റെ വിത്ത് അവിടെ ഉണ്ടാകാൻ സമ്മതിക്കുന്നില്ല. ആ ചെടി അവിടെ നശിക്കുന്നുമില്ല. ആ ഒപ്പം തന്നെ മൂലകങ്ങൾ ഇല്ലെന്നും ആവുകയും ചെയ്യുന്നു. ഇത് പുതുമഴയെല്ലാം പെയ്തല്ലോ, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനി സമയം പോയി. ഇനി അടുത്ത മഴ പെയ്ത് കുറച്ചും കൂടെ ഒന്ന് നല്ലവണ്ണം ആയിക്കഴിഞ്ഞാൽ മഴമായി കഴിയുമ്പോഴത്തേനും ഇത് പച്ചക്കക്ക. ഇത് ഡൊളാമൈറ്റ് പൗഡറായി സാധനം. ഇനി കുമ്മായ ഒരുക്കുണ്ട് കക്കാൻ നിൽക്കുന്നത്. ഇത് പച്ചക്കക്ക എന്ന് പറഞ്ഞാല് നമ്മുടെ pH ഇത് കണ്ടോ തരിതരിയായിട്ട് കിടക്കുന്നത്. ഇത് pH ക്രമീകരിക്കാൻ, അതായത് നമ്മൾ വളം ചെയ്യാൻ തുടങ്ങും. അപ്പൊ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് മണ്ണിലെ pH
ക്രമീകരിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഉപയോഗിക്കുന്നത്. ഡോളമൈറ്റും അത് തന്നെയാ, പച്ചക്കക്കായ അത് തന്നെയാ. പഴയ കാലത്തെ നമ്മുടെ കർഷകര് കുമ്മായി ഉപയോഗിച്ചാണല്ലോ ഈ pH ക്രമീകരിക്കാം. കുമ്മായി ഉപയോഗിച്ചായിരുന്നു. അതിന് അന്ന് കുമ്മായത്തില് 1.75 pH ക്രമീകരിക്കാൻ പറ്റും. 1.75. ഇത് 1.4ഉം ഇത് 1.2 കിട്ടുന്നത്. അപ്പൊ കുമ്മായല്ല ഏറ്റവും നല്ലത്, ഇരട്ടി വില. പക്ഷെ കുമ്മായത്തിന് ഒരു കുഴപ്പമുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ കാണിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ പെട്ടെന്ന് വെതറിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും, പൗഡറായി കാരണം സ്പ്രെഡ് ചെയ്തിട്ട് ഈ സംഭവത്തിന് ഗ്രാവിറ്റി കൂടുതലാണ്. അതിനകത്ത് ഗ്രാവിറ്റി കൂടുതലാണ്. ഈ സംഭവം മൂലകങ്ങളെ ഇല്ലെന്നാക്കി കളയും. പെട്ടെന്ന് മൂലകങ്ങളെ ഇല്ലെന്നാക്കി കളയും. അതുകൊണ്ടാണോ ഈ കുമ്മായി ഉപയോഗിച്ച് കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞ് രാസവളം ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നത്? അത് തന്നെ കാരണം അതിനകത്തെ ജൈവവളം ഉപയോഗിക്കാം, രാസവളം ഉപയോഗിക്കാമെന്ന് പറയുന്നതിന് കാരണം 40 ദിവസങ്ങൾ കഴിയണമെന്ന് പറയുന്നതിന് കാരണം ഇതിന്റെ ഗ്രാവിറ്റി അതുപോലെ നിൽക്കും. അപ്പൊ ഇതിനകത്തെ മൂലകങ്ങൾ വീണ്ടും വളർന്നു വരാൻ വേണ്ടിയാണ്. ഗുണത്താക്കാലേറെ ചെറിയ ദൂഷ്യം അതിനകത്ത് കുമ്മായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ തന്നാണ്ട് വിളങ്ങിൽ 3 മാസം വിളകളുണ്ടല്ലോ, അതിനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. കുമ്മായി ഇട്ട് പ്രാക്ടിക്കലായിട്ട് കൃഷിക്കാരൻ ചിന്തിക്കുകയും ചെയ്യണം. അപ്പൊ പച്ചക്കക്ക ആ ദോഷം ചെയ്യുന്നില്ല അല്ലേ? പച്ചക്കക്കായ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കക്കയുടെ പ്രവർത്തനം വേറൊന്നാണ്. ഈ സംഭവത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 1.4 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ സംഭവം അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ തന്നാണ്ട് വിളകൾ തന്നെയല്ല, സ്ഥായി ആയിട്ടുള്ള വിളകളുണ്ടല്ലോ, തെങ്ങ്, കവുങ്ങ്, ജാതി, റബ്ബർ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5-2 വർഷം വരെ, മാക്സിമം ഒരു 3 വർഷം വരെ എന്ന് പറഞ്ഞാൽ അങ്ങ് പൊക്കോളൂ. പക്ഷെ വില കൂടുതലാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്ന വെച്ചിരുന്നാൽ പെട്ടെന്ന് കിട്ടുകയില്ല. ഇവൻ പയ്യെ അവിടെ കിടന്നിട്ട് പയ്യെ മണ്ണിലേക്ക് ഇവൻ അലുത്ത് ഇറങ്ങി, ഈ കക്ക ഇറങ്ങി ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കുറുമ്പ് കൃഷി ചെയ്യുന്നവനും അത്യാവശ്യക്കാരനും ഇത് വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. അവന് എപ്പോഴും പെട്ടെന്ന് കൃഷിഭൂമി, അതിന് കുമ്മായമാണ് ഏറ്റവും നല്ലത്. പച്ചക്കക്കായ ഇങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. സ്ഥായി വിളകൾക്ക് പച്ചക്കക്കായാണ് ഏറ്റവും നല്ലത്. ഡോളോമൈറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഡോളോമൈറ്റ് ഒരു പാറ പൊടിച്ച് വരുന്നതാ, മസൂർപൂസ് പറയുന്നത്. അതൊരു പാറപ്പൊടി തന്നെയാണ്. ഡോളോമൈറ്റും ഇതുപോലെ 1.2 അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്, 1.2. അപ്പൊ ഇത് ഭസ്മമാണ്. ഈ സംഭവം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ ഒരു കുമ്മായം തന്നെ പെട്ടെന്ന് അപ്പ് ആൻഡ് ഡൗൺ കാണിക്കില്ല. ഇതിന് വളരെ കുറവല്ലേ, 1 പോയിന്റ് പറഞ്ഞില്ലേ. മറ്റേ നേരെ ഇരട്ടി പറഞ്ഞാൽ ഗ്രാവിറ്റി കുമ്മായത്തിന് കൂടുതൽ ഇതിന് കുറവ്. അപ്പൊ അതുപോലെ ലെവലിൽ കിട്ടും. മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ സംഭവത്തിൽ. അത് തന്നെ ഇത് 1 ഇയർ വരെ കിട്ടുന്നുമുണ്ട്. സ്ഥായിയായ വിളക്കുകൾക്ക് പച്ചക്കക്കായും സ്ഥായിയായ വിളകൾക്ക്, അല്ലാത്തതിന് ഡൊളാമൈറ്റും ഇടുക. ഏറ്റവും അത്യാവശ്യം വേണ്ട വിളകൾക്ക് കുമ്മായും ഇടുക. ഇതാണ് കൃഷിക്കാരൻ ഇന്ന് pH ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത്. ഒരു കൃഷിക്കാരനെ കൃഷി ആരംഭിക്കുമ്പോൾ അവൻ pH ക്രമീകരിക്കണം. ഒരു ഡോക്ടറുടെ ഒരു ടെലസ്കോപ്പ് അല്ലെങ്കിൽ ഒരു തെർമോമീറ്റർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു കൃഷിക്കാരന്റെ തെർമോമീറ്റർ അവന്റെ സിഗ്നലിൽ നിന്ന് കിട്ടുന്ന pH മെഷീൻ കാര്യങ്ങളായിരിക്കണം. pH ക്രമീകരിക്കുകയാണ് ഒരു കൃഷിക്കാരൻ ചെയ്യേണ്ടത്. അതാണ് അടിസ്ഥാനപരമായിട്ട് കൃഷി ആരംഭിക്കുക ചെയ്യേണ്ടത്. അതിനുള്ള 3 മാർഗങ്ങൾ: 1 ഡൊളോമൈറ്റ്, കുമ്മായവ്, പച്ചക്കക്കായം.